ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഡാറ്റ കൺവേർഷനെ കുറിച്ചാണ്. ഡാറ്റ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ പോലെയുള്ള അല്ലെങ്കിൽ എക്സലിൽ നിന്നൊക്കെ നമുക്ക് ഡാറ്റ ലിസ്കാഡിനകത്തേക്ക് കൊണ്ടുവരാനും തിരിച്ച് നമുക്ക് ഡാറ്റയെ എക്സ്പോർട്ട് ചെയ്യാനും കഴിയും എന്നുള്ള ഒരു ടാബാണ് ഡാറ്റ കൺവേർഷൻ എന്ന ടാബ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു ജോബ് ക്രിയേറ്റ് ചെയ്യാം. ഡെസ്ക്ടോപ്പിനകത്ത് നമുക്ക് ഡാറ്റ കൺവേർഷൻ എന്ന് കൊടുക്കാം. ഡാറ്റ കൺവേർഷൻ ഓക്കെ. അതിനുശേഷം ഡാറ്റ കൺവേർഷനകത്ത് ടാസ്കിനകത്ത് ഡാറ്റ കൺവേർഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടിൽ നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം ഫസ്റ്റ് എന്ത് ചെയ്യണം. നമ്മൾ ടാസ്കിനകത്ത് യൂട്ടിലിറ്റീസിൽ പോയി ഓട്ടോകാഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കോൺഫിഗറിൽ പോയി യൂണിറ്റ്സ് ചെക്ക് ചെയ്ത് വെക്കാം. യൂണിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം സിസ്റ്റം അടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ യൂണിറ്റിൽ തന്നെ ആയിരിക്കും വരിക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പോയിൻറ്റ്സൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പോയിൻറ്റ്സൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കോഡ് ടേബിളിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന കോഡ് ഏതാണെന്ന് നോക്കണം. ആ കോഡിലായിരിക്കും നമ്മൾ പോയിൻറ്റ്സ് ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ആവുക. അതുപോലെ എക്സ്പോർട്ടിൻ്റെ കേസ് പറയുമ്പോഴും എക്സ്പോർട്ടിൻ്റെ കേസ് നമ്മൾ ഓൺലി വരച്ച ലേയേഴ്സ് ആയിരിക്കും എക്സ്പോർട്ട് ആയി പോവുക. അപ്പോൾ ഇതിൽ നമ്മൾ ഇമ്പോർട്ടിന് ചെയ്യുന്നതിന് മുമ്പായിട്ട് കോഡ് ടേബിളിനകത്തുള്ള നമ്മൾ സർവേ ചെയ്ത സമയത്ത് ഉള്ള കോഡ് ടേബിൾ ഏതാണോ അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കോഡ് ടേബിൾ അതിൽ ഏത് കോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളെ കോഡ് ടേബിളിനകത്ത് ഏതൊരു കോഡിൻ്റെ ഫോർമാറ്റിലാണ് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് XH സ്പോട്ട് ഹൈറ്റ് ഗ്രൗണ്ട് ലെവൽ എന്നുള്ള ഒരു ഇതിലാണ് ഇങ്ങോട്ട് പോയിൻറ്റ്സിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, SH സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് ഡാറ്റ കൺവേർഷൻ നമുക്ക് കോണ്ടൂറിങ് വേണം എന്നുണ്ടെങ്കിൽ കോണ്ടൂറിങ്ങിൻ്റെ ഇത് കോണ്ടറബിൾ സെലക്ട് ചെയ്യണം. അതുപോലെ എലിവേഷൻ സെലക്ട് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗ്രൂപ്പാക്കി ഏതൊരു കോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിന് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കണം. എന്നാൽ നമുക്കത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പ്രിൻ്റൊക്കെ എടുക്കേണ്ട സമയത്ത് വളരെ സൗകര്യപ്രദമാകും. അപ്പോൾ അതിന് ഗ്രൂപ്പിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക ഇമ്പോർട്ട് ചെയ്യുന്ന മുമ്പായിട്ട്. അതുപോലെ ഇതും ലൈനും നമുക്ക് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയാൻ കാരണം ഡിസ്റ്റൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും ഇത് സെലക്ട് ചെയ്ത് മാത്രമേ നമ്മളത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി ഇമ്പോർട്ടിൽ പോയി നോക്കാം. എഡിറ്റിനകത്തൊന്നും ആക്റ്റീവ് അല്ല, നമ്മളൊന്നും വരച്ചിട്ടില്ല. ഇനി ഇമ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഫോർമാറ്റുകൾ കാണാം, ഫയൽ ഫോർമാറ്റുകൾ. ഉദാഹരണത്തിന് IDX, ഓട്ടോകാഡ്, GPS-ൽ നിന്ന് കിട്ടുന്ന ഡാറ്റ, യൂസർ ഡിഫൈനബിൾ, മൈക്രോ സ്റ്റേഷൻ, ആർക്കിൻഫോ, അങ്ങനെ നമ്മളെ പല ഫോർമാറ്റിലൂടെ കാണാൻ പറ്റും. നമ്മൾ IDX ഇവിടെ മേലെ വന്ന് നമ്മൾ IDX സാധാരണ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുമ്പോൾ IDX ഫോർമാറ്റിലാണ് ചെയ്യാറ്. പിന്നെ ഇതിനകത്ത് വേറൊരു ബെനിഫിറ്റ് നമുക്ക് ഓട്ടോകാഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. വേറെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ആഡ് ആൻഡ് റിമൂവ് എന്ന ഓപ്ഷൻ ഉണ്ട് താഴെ ഏറ്റവും അടിയിലായിട്ട്. ആഡ് ആൻഡ് റിമൂവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണാം ആഡ് ചെയ്യാൻ. നമ്മൾ നേരത്തെ ഇമ്പോർട്ട് എടുത്ത സമയത്ത് കുറച്ച് ലിസ്റ്റ് കിട്ടി, ഇൻസ്റ്റാൾഡ് ആയിട്ടില്ല കുറച്ച് ഫോർമാറ്റുകൾ. അതാണ് ഈ കാണുന്ന ഫോർമാറ്റുകൾ. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഫോർമാറ്റ്, നമ്മൾ ഉപയോഗിക്കാത്ത ഫോർമാറ്റ്, MS ഇതും നമുക്ക് ഉപയോഗിക്കാറില്ല. ഇതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോയി അത് ഇങ്ങോട്ട് വരും. ആ സംഭവം അത് ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഇവിടെ ഉണ്ട് ഇതാ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലിസ്റ്റിൽപ്പെട്ട ഓൾറെഡി ഈ സിസ്റ്റത്തിൽ നമ്മുടെ LisCADനകത്ത് ഇൻസ്റ്റാൾ ആയിട്ടുള്ള കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫോർമാറ്റ് ഇവിടെ കാണാം. ഈ ഫോർമാറ്റ് സിവിൽ കാർഡ് ഉണ്ട്, ഇവിടെ ഓട്ടോകാഡിൻ്റെ സിവിൽ വേറെ ഫോർമാറ്റ് ഉണ്ട്. അങ്ങനെ ലാൻഡ് XML പല ഫോർമാറ്റുകളുണ്ട്. ലാൻഡ് XML ലൈക്ക ഉണ്ട്, ടിമ്പിളിൻ്റെ ഇതുണ്ട്, ലൈക്ക വിവ ഉണ്ട്, അങ്ങനെ LisCAD 1 പല ഫോർമാറ്റുണ്ട്. ഇതിന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഉദാഹരണം ലൈക്ക വിവ കാണിക്കാം. നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിസ്റ്റിലേക്ക് വരുന്നു. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഇതിന് മേലോട്ട് നമ്മളെപ്പോൾ ഉപയോഗിക്കുന്നത് ലൈക്ക വിവ ആണെങ്കിൽ അതിന് അപ്പ് അടിച്ച് കഴിഞ്ഞാൽ അത് മേലോട്ട് വരും. ഓക്കെ, ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈക്ക വിവ നമുക്കിവിടെ കാണാൻ പറ്റും. ലൈക്ക വിവ. ഇനി എക്സ്പോർട്ടിനകത്ത് വേറൊരു കാര്യങ്ങൾ, എക്സ്പോർട്ടിനകത്തും ഇതേ സെയിം മെത്തേഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ്. എക്സ്പോർട്ടിനകത്ത് IDX, യൂസർ ഡിഫൈനബിൾ, ആർക്കിൻഫോ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനകത്തും ആഡ് റിമൂവ് ചെയ്യാം. ആഡ് റിമൂവിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡ് നമുക്ക് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ട റിമൂവ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ക്ലോസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിനകത്ത് നമ്മൾ സാധാരണ LisCADൻ്റെ ടാബിൽ ടാബിൽ കാണുന്ന എല്ലാം എറേഴ്സ്, ബ്ലോക്ക്, ഡിസ്പ്ലേ, വിൻഡോ, ഹെൽപ്പ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞു നമ്മൾ ഏത് ഫോർമാറ്റ് ഏത് പോയിൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സിലാണ് പോയിൻ്റ് ആട്രിബ്യൂട്ട്സ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിനുശേഷം ഇമ്പോർട്ടിൽ പോവുക. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് യൂസർ ഡിഫൈനബിൾ ആണ്.
IDX ഫോർമാറ്റിൽ ലൈക്കയിൽ നിന്ന് അല്ലെങ്കിൽ ലൈക്ക പോലെയുള്ള വേറെ മെഷീനുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോർമാറ്റ്, അങ്ങനെ പല ഫോർമാറ്റ് ഉണ്ട്. ഞാനതിൽ യൂസ് ചെയ്യുന്നത് യൂസർ ഡിഫൈനബിൾ ആണ്. അത് എങ്ങനെയെന്ന് കാണിക്കാം. യൂസർ ഡിഫൈനബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഓപ്പൺ. ഇതിനകത്ത് കാണാം, ഇത് പോയിന്റ് നമ്പറാണ്, ഇത് ഈസ്റ്റിംഗ് ആണ്, ഇത് നോർത്തിങ് ആണ്, ഇത് എലിവേഷൻ, ഇത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ മീൻസ് കോഡ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റാണ് ഞാനിവിടെ എൻ്റെ എക്സലിലെ ഡാറ്റ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇതിന് ഫോർമാറ്റ് ഫ്രീ ഫോർമാറ്റാണ്. കാരണം ഞാനത് ഫ്രീ ആയിട്ട് മീൻസ് നമ്മൾ ഒറിജിനൽ കോഡിനേറ്റ് വെച്ച് ചെയ്താലോ ലോക്കൽ കോഡിനേറ്റ് ചെയ്ത ഒരു ഫയലാണ്. അതുകൊണ്ടാണ് ഫ്രീ സെലക്ട് ചെയ്തത്. ഫ്രീ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ പൊസിഷൻ മീൻസ് പൊസിഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സാധാരണ ഒറിജിനൽ കോഡിനേറ്റ് വെച്ച് ചെയ്യുന്നൊരു സെറ്റപ്പാണ് ഫ്രീ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഫ്രീ ഫോർമാറ്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, പോയിൻ്റ് ID ആണ് 1, ഈസ്റ്റിംഗ് ആണ് 2, നോർത്തിങ് 3, എലിവേഷൻ 4, കോഡ് 5. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റാനൊക്കെ പറ്റും. ഇതിന് നമുക്ക് വേണമെങ്കിൽ പോയിൻ്റ് ID 2ലേക്ക് മാറ്റി തന്നെ ഇങ്ങോട്ട് മാറ്റി അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാം. കോഡിന് വേണമെങ്കിൽ 4ലേക്ക് കൊണ്ടുവരാം, ഇതിന് വേണമെങ്കിൽ 5ലേക്ക് മാറ്റാം. അങ്ങനെ പല ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, യൂസർ ഡിഫൈനബിൾ എടുത്തു. ഓക്കെ, 1 2 3 4 5 ഈസ്റ്റിംഗ് നോർത്തിങ് സെയിം ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കോമ. ഞാൻ നേരത്തെ പറഞ്ഞ ഫയൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഫയൽ ക്യാൻസൽ അടിച്ചിട്ട് ഇമ്പോർട്ട് യൂസർ ഡിഫൈനബിൾ. ഇത് കോമ സെപ്പറേറ്റ് എന്നൊരു ഫയൽ ഫോർമാറ്റാണ്. നമ്മൾ എക്സലിനകത്ത് സേവ് ചെയ്യുമ്പോൾ CSV, D ലിമിറ്റഡ് എന്നൊരു സെപ്പറേറ്റ് കോമ കൊണ്ട് സെപ്പറേറ്റ് എന്നൊരു ഫയൽ ഫോർമാറ്റാണിത്. അങ്ങനെയാണ് സേവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോമ സെലക്ട് ആയിരിക്കണം. സ്പേസിലാണെങ്കിൽ നമ്മൾ സ്പേസ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഓക്കെ, ഇതിനകത്ത് ഈ ഡിസ്പ്ലേ എറേഴ്സ് വാർണിംഗ്, ഡിസ്പ്ലേ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇത് കാണിക്കും. കോഡ്, അതായത് അതിനകത്ത് പറഞ്ഞു വെക്കുന്ന കോഡ്, ഞാൻ എക്സലിനകത്ത് ഞാൻ കൊടുത്ത കോഡ് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഡിഫോൾട്ടായി യൂസ് ചെയ്തിരിക്കുകയാണ്. എക്സലിനകത്ത് ഞാൻ കൊടുത്ത കോഡ് നമ്മുടെ കോഡ് ടേബിളിൽ SH എന്ന് പെട്ട ഒരു കോഡും പോലും അതിലില്ലാത്തത് കൊണ്ട് BDY ഇതവിടെ കണ്ടില്ല, BDY എന്നൊരു കോഡ് ഇതിനകത്തുണ്ട്. അതുപോലെ പല കോഡുകളുണ്ട്. ആ കോഡ് ഇതിനകത്തില്ല എന്നുള്ളൊരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ കാണുന്ന ലൈൻസ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഫീൽഡിൽ ഒബ്സർവേഷൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഈ ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ.